ഉയരങ്ങൾ താണ്ടുന്ന പോൾ വോൾട്ട് നേട്ടങ്ങളുടെ മത്സരം മാത്രമല്ല. കടലോളം സ്വപ്നങ്ങളുമായി തിരുവനന്തപുരത്തെത്തിയ 3 കൂട്ടുകാർ കായിക പ്രേമികൾക്ക് സങ്കടമായി മടങ്ങി. താനൂർ രായിരിമംഗലം സ്കൂളിലെ സാബിത്തിനും അജ്മലിനും സഹലിനും മുന്നിൽ വിലങ്ങുതടിയായത് പ്രാരാബ്ധത്തിന്റെ മുളവടിയാണ്. കടൽക്കരയിലെ ജീവിതം. മണ്ണുകൊണ്ട് കൊട്ടാരം കെട്ടും പോലെ 3 പേർ സ്വപ്നം നെയ്തു. ആകാശം കീഴടക്കുന്ന സ്വപ്നം. അവർ 3 പേർ സംസ്ഥാന സ്കൂൾ കായികമേളയിലെത്തി. ഇനം പോൾ വാൾട്ടാണ്. ഇതുവരെ കടന്നു വന്ന ദൂരം അത്രയും കടലിന് നേരിട്ട മനക്കരുത്തും പ്രാരാബ്ധങ്ങളും മാത്രം. സബ് ജില്ലയിൽ നിന്ന് വേറെ മുള, ജില്ലയിൽ നിന്ന് വേറെ മുള, ഇപ്പോൾ ഇവിടുന്ന് സ്റ്റേറ്റ് വേറെ മുള, സ്വന്തമായിട്ടൊന്നുമില്ല. കടം വാങ്ങിയ മുളവടി സംസ്ഥാന തലത്തിലെത്തിച്ചു. പരിശീലിക്കാൻ ജമ്പിംഗ് പിറ്റില്ലാതെ, കാലിന് വേഗക്കരുത്തു പകരാൻ സ്പൈക്സ് ഇല്ലാതെ, പോളില്ലാതെ അവർ ട്രാക്കിലിറങ്ങി. മണൽ കൊട്ടാരം കടലെടുക്കും പോലെ മുള കൊണ്ട് സ്വപ്നം തകർന്നു വീണു. പോള് കിട്ടണമെങ്കിൽ അത്ര ഇതായിട്ടുണ്ടാവും. മുള കൊണ്ട് ലേശം ബുദ്ധിമുട്ടുണ്ട്. 6ാം സ്ഥാനത്തിനപ്പുറം കടക്കാൻ മുളവടി അനുവദിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ മുളയിലല്ല ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ ഇപ്പോൾ ഒരു മെഡൽ വന്നാലും ഒരു നാഷണൽ ലെവലിൽ പോകുമ്പോൾ ഒരു മുളയിൽ അതാരും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ചെയ്യുമ്പോൾ സംസ്ഥാന തലത്തിൽ ചിലർ പോളിൽ കരുത്തു കാട്ടുമ്പോൾ പിടികൊടുക്കാത്ത മുളയ്ക്കുമേൽ മൽപ്പിടുത്തമാണ്. ഇവരെത്ര ചാടാത്ത കുട്ടികൾ വരെ പോളിൽ ചെയ്യുമ്പോൾ, ഫൈബർ പോളിൽ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾ അവർ മറികടന്ന് ചാടുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു സാധനമല്ല കയ്യിൽ ചെയ്യാനുള്ള. പക്ഷെ അങ്ങനെയുള്ളൊരു സാധനം കയ്യിലുണ്ട്. അതിൽ ചെയ്ത് പഠിച്ചതാണെങ്കിൽ നന്നായിട്ട് ചെയ്യുന്നുള്ള നല്ല വിശ്വാസമുണ്ട്. അധികൃതരുടെ ഒരു ഫോൺ കോളിൻ്റെ ദൂരമേ ഉണ്ടാകൂ മുളവടിയിൽ നിന്ന് പോളിലേക്ക്. ഇവർക്കത് പ്രതീക്ഷയുടെ ചിറകാകാം. കായികമന്ത്രി നമ്മളെ മണ്ഡപത്തിലുള്ളതാണ്. അപ്പം അവരൊക്കെ വിചാരിച്ചാൽ, സാറൊക്കെ വിചാരിച്ചാൽ നമുക്ക് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ജീവിത സാഹചര്യങ്ങളോടും എതിരാളികളോടും പടവെട്ടി വന്നവരാണ്. ഇനിയും മുളന്തണ്ടിൽ ചാടിയാൽ ഇവരുടെ ലക്ഷ്യം തെറ്റും. മുളന്തണ്ടിന് പകരം കായിക ഉപകരണങ്ങൾ നൽകിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കാം. കായിക മന്ത്രിയുടെ നാട്ടുകാരാണ്. മന്ത്രിക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയും. നമ്മുടെ കുട്ടികൾക്ക് കരുതലാവേണ്ടത് നമ്മളല്ലേ. അജിത് കുമാറിനൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.